വളരെ സന്തോഷം തോന്നുന്നു എനിക്ക്. കാരണം ഇതാണടാ ആദ്യത്തെ പരിപാടി. എന്താണെന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ റെഡിയാണെന്ന് പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ. ഒരു ധൈര്യം ഉണ്ടാവുക, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, സംസാരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം എന്ത് ചെയ്യുക, അതുണ്ടെങ്കിൽ അതിന് ഞാൻ റെഡിയാണെന്ന് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നതിന് മുന്നേ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വെറുതെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു മിററാണെന്ന് കരുതുക. റെഡി? പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് നിൽക്കണം. പറയാം, ആദ്യത്തെ പണി ഇൻസ്ട്രക്ഷൻ കേൾക്കുക എന്നാണ് കേട്ടോ. ആദ്യത്തെ പണി ഇൻസ്ട്രക്ഷൻ കേൾക്കുക എന്നാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്നിട്ട് നേരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആരാ നോക്കണ്ട, ആരുമില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, ഒരു സ്പേസ് കാണുക, മിറർ കണ്ണടയ്ക്കുക, മിററാണെന്ന് കരുതുക, അങ്ങനെ പ്രസംഗിക്കുക. ഒച്ച ഉണ്ടാവണം, ബഹളം ഉണ്ടാവണം, ഹാളങ്ങനെ കുലുങ്ങണം. റെഡിയാണോ? ആരും നിങ്ങളെ നോക്കൂല. നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കുകയാണ്. എന്നിട്ട് പറയാം, ഈ ലോകത്ത് തോന്നി എന്താണോ നിങ്ങൾക്ക് വിഷയം കിട്ടുക അതങ്ങ് പ്രസംഗിച്ചോ. റെഡി? ദാറ്റ് ഈസ് എ മൗത്ത് ജിം. റെഡിയാണോ? സെറ്റ് ദ സ്റ്റാൻഡ് അപ്പ്. കം ഓൺ. യെസ്. ക്ലോസ് യുവർ ഐസ്. സ്റ്റാർട്ട്. കം ഓൺ. കൈയൊക്കെ ആക്ഷനൊക്കെ കാട്ടി എന്തേലും പറ. കം ഓൺ. ഒച്ചത്ത് പറ. പ്രസംഗിക്കന്നെ. Come on! Yes! Exactly! Powerful! Yes! സംസാരിക്കണം. നിങ്ങൾ എന്തേലും സംസാരിക്കണം. മിററാണ്. നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ച്, ക്രിയയെക്കുറിച്ച്, എൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ച് വട്ടെവർ ഏത് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. 2 minutes. കമോൺ. കണ്ണടച്ച് ഞാൻ സംസാരിക്കുന്ന നോക്കിയേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കമോൺ. യെസ്. കണ്ണടച്ച്. കമോൺ. Wow, powerful. Thank you. Sit down. Come on. Hello. മക്കളെ, ആദ്യം പ്രസംഗിക്കാൻ വേണ്ട എന്താണെന്നറിയോ? ഉള്ളിൻ്റെ ഉള്ളിൽ എളുപ്പ് പോകണം, ആ മടി പോകണം. ഉള്ളിൽ എവിടേക്കോ കെട്ടിക്കിടക്കുന്നൊരു സാധനമുണ്ട്, ആ സാധനം അങ്ങ് പോകണം. സോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് എൻ്റെ മുന്നിലെ ഓഡിയൻസ് എന്നറിയണം എന്നുള്ളതാണ്. അഷ്റഫ് മലയിലൂടെ വന്നിരിക്കുമ്പോൾ എൻ്റെ പിന്നിലുള്ള ഓഡിയൻസ് ചില്ലും വൈബും മാത്രം തിരിയുന്നവരാണെന്നറിയാം എനിക്ക്. ആണോ അല്ലേ? ഇൻസ്റ്റഗ്രാമിൽ റീലിട്ട് അല്ലെങ്കിൽ ചില്ലിനെ കുറിച്ച് സംസാരിക്കുന്ന, പുതിയ ട്രെൻഡിനെ കുറിച്ച് പറയുന്ന മക്കളോടാണ് ഞാൻ സംസാരിക്കണമെന്ന ബോധ്യം ആർക്ക് വേണം? എനിക്ക് വേണം. അതുകൊണ്ട് ഫസ്റ്റ് തിങ്, ഇഫ് യു ഹാവ് ടു ബി പബ്ലിക് സ്പീക്കർ ആവണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തിങ് നോ യുവർ ഓഡിയൻസ്. എന്താ ഫസ്റ്റ്? നോ യുവർ ഓഡിയൻസ്. ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്ന് കൃത്യമായി എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ഒരു സ്ഥലത്ത് കുടുംബശ്രീ ആയിരിക്കും, മറ്റൊരു സ്ഥലത്ത് ആരായിരിക്കും? ടീച്ചേഴ്സ് ആയിരിക്കും, വേറൊരു സ്ഥലത്ത് സ്റ്റുഡൻസ് ആയിരിക്കും. ആരും വന്നോട്ടെ, ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. വൈ? നമ്മൾ അവർക്കനുസരിച്ചായിരിക്കും സംസാരിക്കുക. ക്ലിയർ ആണോ? ഒരു റൗണ്ട് ഇട്ടു, പിന്നെ അതിൻ്റെ താഴത്തൊരു വലിയ റൗണ്ട് ഇട്ടു, പിന്നെ അതിൻ്റെ താഴത്തൊരു വാലിട്ടു. ദാറ്റ് ഈസ് എന്താ? പറ. കമോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നെ ഫ്ലവർ ഏതാ? റോസ് ഇഷ്ടമുള്ളവർ കൈവയ്ക്കേ. റോസാണല്ലേ കൂടുതൽ ആൾക്കാർക്ക്. ഞാൻ എന്താണെന്ന് ചോദിക്കാൻ കാരണം അറിയോ? ഞാൻ ഇത് വരച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്യാറ്റ് എന്ന് മനസ്സ് കണ്ടവർ കൈവയ്ക്കേ. അതിൻ്റെ ഇടയിൽ ഒരു എലി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോമൺ സൈക്കോളജി, കോമൺ സോഷ്യൽ പിന്നെ മൈൻഡ് എന്താണ്? എല്ലാവരും ഏറെക്കുറെ ചിന്തിക്കും ഒരേ സാധനം. ഒരുത്തൻ ഡിഫറെൻ്റായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല പ്രഭാഷകനാവും, കുറച്ച് ക്രിയേറ്റീവ് ആവും. എടാ പബി എന്നൊക്കെ വിളിക്കുന്ന പോലെ അല്ലേ? അവൻ അവൻ കുറച്ചും കൂടി ഡിഫറെൻ്റായി ചിന്തിക്കുന്നു എന്നർത്ഥം ആണോ അല്ലേ? ഓക്കെ. എനിവേ, ചില ആളുകൾക്ക് വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുമില്ല. നോക്കിയേ, ഇതിനെന്താ വിളിക്കുക അല്ലേ? ഇതിനെന്താ വിളിക്കുക മക്കളെ? ഇതിനെന്താ വിളിക്കുക? യെസ്, ഓക്കെ ആണല്ലോ അല്ലേ? ഹെഡ്, ബോഡി, ടെയിൽ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം മക്കളെ? നിങ്ങൾ പ്രസംഗത്തിന് ഇങ്ങനെയാണ് നമ്മളെ കഷ്ടം മുറിക്കുക. നിങ്ങളുടെ പബ്ലിക് സ്പീക്കിന് എങ്ങനെയാണ് കഷ്ടം മുറിക്കുക? ഇങ്ങനെയാണ് കഷ്ടം മുറിക്കുക. തുടങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാവരോട് കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കോ? എല്ലാവരും ഒക്കെ റെഡി അല്ലേ? 1 2 3 4 5. യെസ്. ഉദ്ഘാടനം കഴിഞ്ഞു. സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഏറ്റവും മനുഷ്യന്മാർക്ക് ഓഡിയൻസിന് ഇഷ്ടമില്ലാത്ത രംഗം ഏതാണെന്നറിയോ? കമോൺ.
ഏതാ? എന്നോടൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന പണി, എനിക്കെപ്പോൾ മൈക്ക് കിട്ടും, എനിക്കെപ്പോൾ മൈക്ക് കിട്ടും. അതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ എത്തിയിരിക്കും. കാരണം എന്താ, ആ മൈക്ക്. പക്ഷേ ഉദ്ഘാടനം വേണം കേട്ടോ, വേണ്ടാന്നല്ല. അതിൻ്റെ സംഘാടകർ അതിൻ്റെ വിഷനൊക്കെ ആരോട് പറയും. പക്ഷേ അത് കഴിഞ്ഞ ഒരു പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ചില ആളുകളുണ്ട് ആശംസാ അപ്പോൾ പ്രസംഗങ്ങൾ എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ? ഒരുപാട് എണ്ണം ഉണ്ട്. എന്നുണ്ട് പബ്ലിക് സ്പീക്കിങ്ങിലെ കീ നോട്ട് അഡ്രസ്സ് ഉണ്ട്, വെൽക്കം സ്പീച്ച് ഉണ്ട്, ദെൻ നമ്മുടെ ആശംസകളുണ്ട്, വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ കുറേ പ്രഭാഷണങ്ങളുണ്ട്. അങ്ങനെ പറയാൻ പറ്റും. അതിൻ്റെ പുറമെ തന്നെ ചില മെസ്സേജസുകൾ വളരെ സിമ്പിളായിട്ട് കൺവേ ചെയ്യുന്ന ചില സ്പീച്ചുകളുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോന്നിനും ഓരോ രീതിയിലാണ് പ്രസംഗിക്കേണ്ടത്. ഓരോന്നിനും ആശംസ പറയുന്ന ആൾ മുഖ്യപ്രഭാഷകൻ്റെ പോലെ 10-30 മിനിറ്റ് എടുക്കാൻ പറ്റുമോടാ? ഞാൻ അധികമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അധികം പറച്ചില്ല. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങളുടെ സമയം കവരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം നിർത്തി കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യണേ, നീർച്ച ചെയ്യേണ്ടി വരും. പ്രസംഗത്തിൻ്റെ പ്രത്യേകത കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്നതിൻ്റെ ഒരു സൗകുമാര്യമുണ്ട്, വൃത്തിയുണ്ട്. ഇയാളെ ഇത്രമാത്രം സഹിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അഷ്റഫ് മലയിലെ സെഷൻ അവസാനിക്കുന്ന സമയം ഇപ്പോൾ പറയാൻ പോവുകയാണ്. സർ ടൈം സമയം എത്ര? ഇപ്പോൾ 12:10. 12:50 ഞാൻ നിങ്ങളെ നിന്ന് എന്ത് ചെയ്യും? പ്രസംഗം നിർത്തും. റെഡിയല്ലേ? പിന്നെ ഓക്കെ, സെറ്റ്. അതിനപ്പുറത്തേക്ക് പോകില്ല. സന്തോഷമായി എടുക്കടാ. എൻ്റെ തല എൻ്റെ ഫിഗർ. നിങ്ങളെക്കുറിച്ച് എന്തൊരു ബോധമെന്നാണ് നിങ്ങൾക്ക്? എടോ, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതല്ല, പരമാവധി ഉള്ളതാണ്. അതിൽ 70% സത്യസന്ധമാണ്. അതുകൊണ്ട് ലൈഫിൽ അതെന്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ലൈഫിൽ അതെന്നും പകർത്തുക, നിലനിർത്തുക. ആ സ്കില്ല് പോളിഷ് ചെയ്യുക. നന്മയുള്ളതാണ് പറഞ്ഞെങ്കിൽ പോളിഷ് ചെയ്യുക. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ? സെറ്റല്ലേ? ഓക്കെ. ഒന്ന്, നമ്മൾ നോ യുവർ ഓഡിയൻസ് പറഞ്ഞു. സെക്കൻഡ് തിങ് നിങ്ങളോട് പറഞ്ഞു, ഹെഡ് ഉണ്ടാവും, ബോഡി ഉണ്ടാവും, ടെയിലുണ്ടാവും. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഹെഡിൻ്റെ സമയത്ത് നമ്മൾ ഒരു 40 മിനിറ്റ് സ്പീച്ചാണ് നിങ്ങൾക്ക് എടുക്കുന്നത് വിചാരിക്കുക. റെഡി? 40 മിനിറ്റിൻ്റെ ഒരു സ്പീച്ചാണ് നിങ്ങൾ എടുക്കുന്നത്. അതിനകത്ത് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് എന്തിനു കൊടുക്കാം? ഇൻട്രൊഡക്ഷൻ. ബഹുമാനപ്പെട്ടവർ, അഥവാ പ്രസംഗം തുടങ്ങുമ്പോൾ നോക്കിക്കേ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, അല്ല അങ്ങനെ ഓരോരുത്തരും ഓരോ സല്യൂട്ടേഷൻസ് അല്ലേ, അങ്ങനെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ബഹുമാനപ്പെടാതിരിക്കുക. അതൊരു അറിവോറം പരിപാടിയാണ്. എന്നാൽ പോലും ബഹുമാനപ്പെട്ട ഏറ്റവും ചീഫ് ഗസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരാളുണ്ടാവും. പിന്നെ നമ്മൾ പറയാം, വേദിയിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട മനുഷ്യരെയും, എന്തുപയോഗിക്കാൻ നിങ്ങൾക്ക് വ്യക്തിത്വങ്ങളെയും ഞാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് നേരെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് അത് തുടങ്ങി ഇങ്ങനെ ആദ്യം തന്നെ ഒരു അറ്റൻഷൻ കിട്ടുന്ന എന്തേലും കൊണ്ടുപോയിട്ട് ഫസ്റ്റിൽ തന്നെ ഇടണം. അറ്റൻഷൻ കിട്ടുന്ന ഓഡിയൻസ്. 279 ആൾ എന്നിലേക്ക് ശ്രദ്ധിക്കാൻ ഞാൻ എന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ എന്നിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആരോ ഒരാൾ എന്നെക്കുറിച്ച് ഇൻട്രോ കൊടുത്തു, സർ അല്ലേ? അത് പറഞ്ഞതുകൊണ്ട് മാത്രം, കാരണം ആ സാറ് തള്ളി വെച്ച പവറിലേക്ക് കയറാമെന്നറിയായിരുന്നു. സാർ എന്നെക്കുറിച്ച് നല്ല തള്ളിയിട്ടിട്ട് ആ തള്ളിൽ എനിക്ക് കയറാമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഒരു പ്രഭാഷകരുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു വന്ന അവിടെ നിന്നായിരുന്നു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ലേറ്റായി ആളുകളൊക്കെ പോയി തുടങ്ങിയപ്പോൾ സദസ്സിൽ പിന്നെ മുഖ്യപ്രഭാഷകന് പിന്നെ വേദി കിട്ടിയേ. അയാൾ ആദ്യം ചെയ്ത പണി, എടാ പബ്ലിക് സ്പീക്കിങ്ങിന് ഇങ്ങനെ പല ആക്ടിവിറ്റി ഉണ്ടാവും, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. കാരണം എൻ്റെ പരിപാടി ഇതാ, നിങ്ങളിത് പഠിപ്പിക്കില്ല ആണല്ലോ അല്ലേ? അപ്പോൾ അയാളൊക്കെ മൈക്കിലെടുത്ത് അങ്ങ് കൂവി പുറത്തുള്ള ആളുകളൊക്കെ ഓടിപ്പാഞ്ഞ് എവിടേക്ക് വന്നു? യെസ്, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സെക്കൻഡ് ആട്ടോ. അയാൾ അവിടെ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താ വെച്ചാൽ വെറുതെ അങ്ങ് കൂവി. എന്നിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും പുറത്തു പോയതായിരുന്നു. നിങ്ങൾ എൻ്റെ കൂവൽ കേട്ട് എല്ലാവരും വീണ്ടും ഓഡിയൻസായി തിരിച്ചെത്തിയിരിക്കുന്നു. 2 കാര്യമാണ് നിങ്ങൾക്കറിയേണ്ടത്. ഒന്നെങ്കിൽ ഇയാൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തു. നമുക്ക് വല്ല പറഞ്ഞു തുടങ്ങാം. മനസ്സിലായോ? അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. എന്നാൽ വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന മലയാളത്തിലെ സാഹിത്യകാരൻ, അതോടൊപ്പം പൊളിറ്റിക്കലി വലിയ റോളുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, വീരേന്ദ്രകുമാർ
പ്രസംഗം തുടങ്ങുന്നത് പോലെ പ്രധാനമാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നതും. പ്രസംഗം ഇങ്ങനെ ഈ മനുഷ്യനൊന്ന് നിർത്തി കിട്ടിയാൽ മതിയെന്ന് ഒരിക്കൽ പോലും ആർക്ക് തോന്നരുത്, ഓഡിയൻസ് തോന്നരുത്. സമയമാകുമ്പോൾ പെട്ടെന്ന് ഓക്കെ താങ്ക് യു അങ്ങ് പറയണം. അപ്പോൾ പെട്ടെന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രസംഗത്തിൽ ഒരു മതസൗഹാർദ്ദ വേദിയിൽ വീരേന്ദ്രകുമാർ സാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏകദേശം സമയം കഴിഞ്ഞു. അപ്പോൾ അയാൾക്കൊരു ലെറ്റർ കൊടുത്തു. എന്താ ലെറ്റർ അറിയോ? നിർത്താൻ സമയമായിട്ടുണ്ടെന്ന ലെറ്റർ കൊടുക്കൂലേ, വൈകിട്ടുണ്ട്, നിർത്താൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ലെറ്റർ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, സമയമായി. അതെ, ഇനിയും നമുക്ക് സമയം വൈകിക്കൂടാ. ഏത് വാങ്ങിച്ചു? ആ ചെറിയ നോട്ട് വാങ്ങിച്ചിട്ട് അദ്ദേഹം പറയാണ്, യെസ് സമയമായി, എനിക്കറിയാം സമയമായിട്ടുണ്ടെന്ന്. നമ്മൾ വീണ്ടും ഒന്നിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്ത് ഒരുമയോടെ ജീവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരുമ തകർക്കാൻ വരുന്നവർക്കിടയിൽ നമ്മൾ വീണ്ടും ഒരുമയോടുകൂടി ജീവിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അയാളങ്ങ് പ്രസംഗിച്ചു. അതാണ് ക്രിയേറ്റീവ്. സിമ്പിളായിട്ട് തന്നെ താങ്ക് യു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ പ്രസംഗിച്ച് അവസാനിപ്പിച്ചു പോയി. കിട്ടിയ സാധനത്തിന് എന്താക്കി? വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളൊരു 10 മിനിറ്റ് തുടക്കത്തിന് ഉപയോഗിക്കുന്നു, ടോട്ടൽ 40 മിനിറ്റിൽ 30 മിനിറ്റിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചില ആളുകൾ പ്രസംഗം കഴിഞ്ഞാൽ കാണാം, വാവ് അടിപൊളിയായിരുന്നു, എന്തേ കിട്ടിയെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. പ്രസംഗമൊക്കെ ഒച്ചപ്പാട് ബഹളമൊക്കെ ആയിട്ടുണ്ടാവും, എന്നും ഉണ്ടാവില്ല. അപ്പോൾ 30 മിനിറ്റിൻ്റെ അടുത്ത് 40 മിനിറ്റിൻ്റെ സ്പീച്ചിൽ 30 മിനിറ്റ് നിങ്ങൾ എന്താണോ പറയാനുള്ളത് അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ കംപ്ലീറ്റ് പോയിൻ്റ് അതിനകത്ത് ഉൾപ്പെടുത്തണം. ഈ 30 മിനിറ്റിനടുത്ത് വളരെ രസകരമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. രസകരം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് കേട്ടോ? ടോൺ ഏത് ടോൺ? വോയിസ് മോഡുലേഷൻ. ഞാനൊരു കഥ പറയട്ടെ, ഞാനൊരു തമാശ പറയട്ടെ എന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യണ്ട, തുടങ്ങണ്ട. തമാശ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് തമാശ എവിടെയെന്ന് ചോദിക്കൂ. ആര്? ഓഡിയൻസ് തമാശ എവിടെയെങ്കിലും ചോദിക്കൂ. കാരണം എന്താ? അങ്ങനെയല്ല. ചില പ്രസംഗത്തിൻ്റെ അടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു കഥ പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഏകദേശം മഗ്രിബ് ബാങ്ക് കൊടുത്തണം. മഗ്രിബ് ബാങ്ക് കൊടുത്ത സമയത്താണ് ഞാനും എൻ്റെ മൂത്ത പെങ്ങളും റൂമിനകത്തുണ്ട്. ഹോസ്പിറ്റലിലെ റൂമിനകത്താണ്. ഉമ്മ ബെഡിലാണ്. ഉമ്മ ഈ ട്രക്യോസ്മിയൊക്കെ കഴിഞ്ഞ് ഏകദേശം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഞാനങ്ങ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പോരാൻ സമയത്ത് ഉമ്മ എൻ്റെ കൈ പിടിക്കുന്നുണ്ട്, പോകല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ പറഞ്ഞു, നീ പോയി വാ. പറയാൻ കഴിയില്ല, ട്രക്യോസ്മി എടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. പോയി വാ എന്ന് പറഞ്ഞു. ആ കണ്ണ് നിറയ്ക്കി. കാരണം ഉമ്മാക്ക് എന്തോ ഫീലിംഗ്, എന്തോ പറയണമെന്നുണ്ട് എന്നോട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. കണ്ണ് നിറയുന്നൊരു ഒരു രംഗമാണ്. രാത്രി അതുപോലെ തന്നെ അതിൻ്റെ മുന്നേയുള്ള കുറേ ദിവസങ്ങൾ രാത്രി ഞാനായിരുന്നു ഉമ്മാൻ്റെ കൂടെ നിന്ന്. ഞാനും ഉമ്മയും ഒറ്റയ്ക്ക് ഒരു 12 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും വെറുതെ വർത്താനം പറയും. ഉമ്മാക്ക് സംസാരിക്കാറില്ല, ഉമ്മ കേൾക്കും. കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് വരും ഉമ്മാൻ്റെ. ആ സമയത്ത് ഞാൻ ഉമ്മാനെ അങ്ങനെ ആരും കാണാതെ കെട്ടിപ്പിടിക്കും. കാരണം ICUവിൽ ഏകദേശം 15 ദിവസം കിടന്നിട്ട് ഉമ്മ പുറത്തേക്ക് വന്നാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും അന്ന് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നലില്ല, ഉമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്ത്. പക്ഷേ നിങ്ങൾക്കൊക്കെ അത് ഒത്തിരിയെങ്കിലും ഫീലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഉണ്ടാവില്ലേ? ഉമ്മാൻ്റെ കബറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറച്ച് നേരം ഇരിക്കാറുണ്ട് ഇടയ്ക്ക്. ഒന്നിനുമില്ല, വെറുതെ ഇരിക്കും. ചില ഫീലിങ്ങുകൾ ഷെയർ ചെയ്യുമ്പോൾ, ഉള്ളത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും പോവുക. അത് കൃത്യമായിട്ട് ആരിലേക്ക് എത്തും? ഓഡിയൻസിലേക്ക് എത്തും. ആ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം അതിനെ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഇത് എനിക്ക് അങ്ങനെ അവതരിപ്പിച്ചതല്ല, ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള എൻ്റെ അനുഭവമാണ് നിങ്ങളിലേക്ക് അതെന്ത് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റിയത്. അനുഭവങ്ങളെ നിങ്ങളുടെ പ്രസംഗങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ക്ലിയർ? ഞാൻ എൻ്റെ ഉമ്മയുടെ കഥ പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഇതിനെ പറയാൻ നല്ല വഴി ഇതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിയോണ്ട് പറഞ്ഞാണ്. അനുഭവങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. അനുഭവങ്ങളെ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ എന്താക്കി മാറ്റാൻ ശ്രമിക്കുക. അതിൻ്റെ കോണ്ടൻ്റായിട്ട് അനുഭവങ്ങളിൽ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഓഡിയൻസ് നിങ്ങളിലേക്ക് വരും. വരുമോ ഇല്ലേ? ഉറപ്പല്ലേ? എന്നാൽ
വേറൊരു സാധനമുണ്ട്, വേറെ കഥ പറയാം. ഞങ്ങൾ 4 കൂടി ടൂറ് പോവാ. സത്യോ, 4 കൂടി ടൂറ് പോകണ ആ പോകുമ്പോൾ ആ പാണ്ടിയിലൊരു സൈഡിൽ കൂടിയാണ് വന്നിട്ട് സൈഡായിട്ട് തട്ടി. ഒരു രക്ഷയുമില്ല. തട്ടിയത് മാത്രമല്ല, മറ്റേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് കാല് പോയി, ഒരുത്തൻ്റെ കയ്യു. അല്ല, നമുക്ക് എങ്ങനെയുണ്ട്, എങ്ങനെ അവതരിപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും? ആണോ? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആ സാധനത്തെ കൃത്യമായി മനസ്സിലാക്കുവാനാണ്. ആണോ? റെഡി? അപ്പോൾ പ്രസംഗത്തിന് ടാണെന്ന് പറയുമ്പോൾ മക്കളെ, ഞാനിങ്ങനെ സംസാരിക്കുന്നത് പോലും ആരോടാണെന്നറിയോ? 10-8 കൊല്ലം കഴിഞ്ഞാൽ ഒരു പക്ഷേ സിവിൽ സർവീസിൻ്റെ രംഗത്ത് ഏതെങ്കിലും ഒരു സിവിൽ സർവീസിൻ്റെ ഒരു കാറ്റഗറിയിൽ സർവീസ് രംഗത്ത് ജോലി ചെയ്യുന്ന സാറുമാരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽ ഉദ്യോഗസ്ഥരോടാണ് ഞാൻ സംസാരിക്കുന്നുള്ള ബോധ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കൈയടിക്കാൻ പോലും. ആലോചിച്ചേക്കേ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സാധനം പറയുമ്പോൾ കത്തണം. എന്ത് കത്തിക്കണം? ഒരു തീ, പുകല്ല, ഒരു തീ അങ്ങ് കത്തിക്കണം. അപ്പോൾ പോയിന്റുകൾ പറയാനുള്ള പോയിന്റിൽ ഒന്ന് വോയിസ് ടോൺ. ഗോട്ടിറ്റാ ഉറപ്പല്ലേ? അപ്പോൾ വോയിസ് എങ്ങനെയൊക്കെ പിച്ച് ഉയർത്താം, താഴ്ത്താം, കാമാവാം, വൗ, വണ്ടർഫുൾ, സൂപ്പർ, അമേസിങ്, ട്രമൻഡസ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ കിടുക്കാച്ചാക്കി പറയുന്ന ചില സ്ഥലത്ത് നമുക്കെന്തറിയാം, കവിത പോലെ അല്ലെ, കവിത മിൽക്കേ ബീച്ചിയുടെ ജ്യോതി അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനങ്ങളില്ലേ. മദീനയിലുണ്ട് അങ്ങനെ പറയും. എനിക്ക് സമദാനി ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടയിൽ കയറുന്നത്. കാരണം സമദാനി വാക്കുകൾ ഇങ്ങനെ വരും. ഒരു മനുഷ്യന് എപ്പോഴാണ് പ്രസംഗിക്കാൻ കഴിയുക? സെക്കൻഡ്, നിങ്ങൾക്ക് പബ്ലിക് സ്പീക്ക് ചെയ്യണമെങ്കിൽ റീഡിങ് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കാൻ പോവുകയാണ്. ഏതോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ നിന്ന് ഈ ലാസ്റ്റ് ബെഞ്ചിൽ തല താഴ്ത്തിയ ആ പയ്യനോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാ? ഇതിലാരും ഏകദേശം 80% ആൾക്കാരും വായിക്കാത്തവരാണ് അല്ലേ? ഞാനിപ്പോൾ വായിക്കുന്ന പുസ്തകം എന്ന് പറയാൻ പറ്റുന്ന, അഥവാ സ്കൂളിലെ പുസ്തകമല്ല, ഏതുമല്ല, ബാലരമി മംഗളമൊന്നുമല്ല, വേറെ ഏതെങ്കിലുമൊക്കെ പുസ്തകം ഉണ്ടല്ലോ, അങ്ങനെ പുസ്തകം വായിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ കൈവയ്ക്കേ. ഞാനിപ്പോൾ പുസ്തകം വായിക്കുന്നവരാണ് എന്ന്, അഥവാ അക്കാഡമിക് അല്ലാത്ത പുസ്തകം വായിക്കുന്നു. യെസ്, എൻ്റെ ഫാത്തിമ ഷംലാദൻ, പേര് സയ്യത്ത് നാജിഹ, 2 പേര്, അവിടെ 3 പേര്. യെസ്, ടോട്ടൽ 200. അതാണ് ഗുണം, മലയാളികളുടെ ഒരു ഗുണമാണ്. 300 ആയിരുന്നെങ്കിൽ 3 ആളെ വായിക്കുള്ളൂ. 300 എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് 2 പുസ്തകം ഡെയിലി വായിക്കും ഞാൻ. അങ്ങനെ 2 പുസ്തകം ഡെയിലി വായിക്കണ കഥ കാണണമല്ലോ. സിമ്പിളാണ് 2 പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ. വായിക്കാതെ മക്കളെ പ്രഭാഷണം നടക്കില്ല. വാക്കുകൾ നിർഗളിച്ച് വരണ്ടേ. വരണമെങ്കിൽ, അങ്ങനെ ഉള്ളീന്ന് വരണമെങ്കിൽ ഭാഷയിൽ എന്ത് വേണം? കുറേ വാക്കുകൾ നമുക്ക് കണക്ട് ചെയ്ത് വരണമെങ്കിൽ വായന വേണം. ഹലോ 2 പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ, രാവിലെ ഓഫീസിലൊരു പുസ്തകം ഉണ്ടാവും ടേബിളിൻ്റെ മുകളിൽ, അതൊരു 5 മിനിറ്റ് വായിക്കും. ഈ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി വീട്ടിൽ പോകുമ്പോൾ അവിടെ ടേബിളിൻ്റെ മുകളിൽ ഒരു പുസ്തകം ഉണ്ട്, അതിന് 5 പേജ് വായിക്കും. ഡെയിലി 5 എത്ര പേജ്? 10 പേജ്. സിമ്പിളായിട്ട് പുസ്തകം തീരും. വളരെ സിമ്പിളാണ്. പുസ്തകം വായിക്കുമെന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈവയ്ക്കുക. ഇഷ്ടമുള്ള പുസ്തകം, ഇംഗ്ലീഷ്, മലയാളം, അറബിക്, ഏത് പുസ്തകം ആയിക്കോട്ടെ, മിനിമം ഞാൻ 1 മാസത്തിനകത്ത് ഒരു ചെറിയ പുസ്തകം, വലിയ പുസ്തകം വെറുതെ എടുക്കരുത്, ചെറിയ കുഞ്ഞു പുസ്തകം വായിച്ചു തുടങ്ങുമെന്ന്. നിങ്ങൾക്ക് സിവിൽ സർവീസ് വേണോ വേണ്ടേ? പിന്നെ വെറുതെ പറയാ, വേണോ വേണ്ടേ? വേണമെന്നുണ്ടെങ്കിൽ വായന നിർബന്ധമല്ലേ സാറേ? നിർബന്ധ വായന. പ്രസംഗിക്കണോ വേണ്ടേ? വേണമെങ്കിൽ എന്ത് നിർബന്ധമാണ് മക്കളെ? റീഡിങ് നിർബന്ധമാണ്. ഗോട്ടിറ്റാ? യെസ്. നെക്സ്റ്റ് പോയിന്റ്, റീഡിങ് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്, ബോഡി ലാംഗ്വേജ് അല്ലേ? ഞാൻ സത്യത്തിൽ എന്നെ കുറച്ചൊന്നും തള്ളിക്കോട്ടെ, ഇതുവരെ തള്ളല്ലേ, പിന്നെന്താ ഇനിയൊരു തള്ളല്?
പ്രത്യേകിച്ച് പറയാനല്ലേ ഒന്നുമില്ല. ബോഡി ലാംഗ്വേജിൻ്റെ ക്ലാസ് ഞാൻ ഏകദേശം രാവിലെ തുടങ്ങി ഒരു 10 മണിക്കൂറോളം ബോഡി ലാംഗ്വേജ് മാത്രം സെഷൻ എടുക്കാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചറിയോ? ശരീരഭാഷയാണ് പ്രസംഗത്തിൽ ഏറ്റവും മനോഹരം. ഞാൻ അങ്ങനെ പറയാറില്ലേ, ഉള്ളിൽ നിന്ന് അങ്ങ് വരട്ടെ, ആ വരുന്ന ഇവിടുന്ന് ആണ്ടാ. ചില ആൾ പ്രസംഗിക്കും, ഇത്രയും കാലമായിട്ട് ഇവിടെ എവിടെയും ഒരു വികസനം ഉണ്ടായിട്ടില്ല. എവിടെ വികസനം ഉണ്ടായില്ല? ബോഡി ലാംഗ്വേജിൽ പറയുവാണ്, എവിടെ വികസനം ഉണ്ടായില്ല. നമുക്ക് പ്രത്യേകിച്ച് ചില ആൾക്കാർ പറയില്ലേ, നന്ദി മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ. ബോഡി ലാംഗ്വേജിൽ അഥവാ ശരീരഭാഷ കൊണ്ട് പലതും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആരോട്? ഓഡിയൻസിനോട്. നമ്മുടെ ചെറിയ ബോഡി ലാംഗ്വേജ് വളരെ മൈന്യൂട്ട് ഒബ്സർവേഷൻ നടത്തുമ്പോൾ അത് സാരമില്ല, മൈന്യൂട്ട് ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് വൃത്തിയുള്ളതായിരിക്കണം, മനോഹരമായിരിക്കണം. വാവ്, ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു 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 ആംഗിള് അത്രമാത്രം വൃത്തിയുള്ളതായിരിക്കാം. ഗ്രേറ്റ്, സൂപ്പർ, വാവ്, ഫാന്റാസ്റ്റിക്, വാട്ട് ആൻ അമേസിംഗ് ആണോ? നമ്മൾ ആ സാധനത്തെ ഇങ്ങനെ മാറുന്നുണ്ടോ? അഥവാ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ പ്രസംഗിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്. ബട്ട് അരോചകമാവാതിരിക്കുക. ആർക്ക് അരോചകമാവാതിരിക്കുക? ഇയാളെന്തോ കാട്ടിക്കൂട്ടണേ എന്ന് ഫീൽ ചെയ്യാതിരിക്കുക. ഞാനിവിടെ കാട്ടുന്നത് നോക്കണ്ട കേട്ടോ, നിങ്ങൾ എന്നോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വായി, എൻ്റെ ടോപ്പിക് എന്താ? എങ്ങനെ പ്രസംഗിക്കരുതെന്ന് പറയല അല്ലേ? ഏറ്റവും നല്ലത് എങ്ങനെ പ്രസംഗിക്കരുതെന്ന് പറയലാണ്. എങ്ങനെ പ്രസംഗിക്കണം എന്ന് ഒരാളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ബോഡി ലാംഗ്വേജ് ഓക്കെയാണ് മക്കളെ? 30 മിനിറ്റിനുള്ളിൽ വരേണ്ട കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളോട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ടും ഒരു 60 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിൽ വളരെ പ്രസംഗത്തിൻ്റെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്ക്, എനിക്കറിയില്ല അത് ശരി തെറ്റൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പറയട്ടെ. പിന്നെ എന്തിനാടോ കിസ് എന്ന് പറയുമ്പോൾ എന്തോ അങ്ങനെയൊന്നും ആവശ്യമില്ലേ? കിസ് വളരെ സിമ്പിൾ സാധനമാണ്. എൻ്റെ ഉമ്മാക്ക് കിസ് ചെയ്തു, എൻ്റെ വാപ്പാക്ക് കിസ് ചെയ്തു, എൻ്റെ മകന് കിസ് ചെയ്തു. എന്ത് രസമുള്ള, ഏറ്റവും മനോഹരമായ ഫീലിംഗ് ആണ് എന്ത്? കിസ്. ഓക്കെ, പക്ഷെ പ്രഭാഷകൻ എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നാ പറയാം? ഉപയോഗിക്കേണ്ട ഒരു ടിപ്സാണ് കിസ്. വൈ? കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. വളരെ സിമ്പിൾ. നമ്മൾ എന്തു പ്രസംഗിക്കുന്നു എന്നല്ല, പ്രസംഗിക്കുന്നത് വളരെ ഏത് മോഡലായിരിക്കണം? യെസ്, കിസ് മോഡലായിരിക്കണം. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. വളരെ രസം തോന്നണം, ഭയങ്കര ഫീല് തോന്നണം, ഭയങ്കര വാവ്, ഒരു മിസ്സിങ് തോന്നരുത്. ആർക്ക്? അടിപൊളിയായിരിക്കണമെന്ന് പറയണം. അവസാനം ആ ഒരു രീതിയിലേക്ക് മാറണം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ശബ്ദം ഇല്ലാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എല്ലാവരും ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കാവുന്നതാണ്. വേണമെങ്കിൽ രസമായിട്ട് ഒന്ന് നടന്ന്, പക്ഷേ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഭയങ്കരമായ ഒരു റഷ് ഉണ്ടാവും, ഫീൽ ചെയ്യും. വേണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ ആരായിക്കോട്ടെ, അയാളോട് 1 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വളരെ കിസ് ഫോർമാറ്റിൽ ഒരു ചെറിയ സംസാരം. കമോൺ, നിങ്ങൾ പോഡിയത്തിൽ കിടന്ന് ഇതിൽ പ്രസംഗിക്കാൻ പേടിയുണ്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ആൾ കൈവയ്ക്കുകയും, പ്രസംഗിക്കാൻ പേടിയുണ്ടെന്ന് ഉറപ്പുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ 5 പേർക്ക് എഴുന്നേറ്റ് വരാം. ഞാൻ ആരും ക്ഷണിക്കൂല. 5 പേർക്ക്. കമോൺ, റെഡി? 1 2 3 4 5 6 അങ്ങനെ പോകും. എല്ലാവരും ആദ്യം ചെയ്യേണ്ട. പേടിയുണ്ടോ? ബേജാറുണ്ടോ? നല്ല പേടിയുണ്ട്. സംസാരിക്കാൻ നല്ല പേടിയുണ്ട്, ഉറപ്പാണ്. ഓക്കെ, ഇവർക്കൊക്കെ നല്ല ഭയമുണ്ട്. ഞാൻ നിങ്ങളോട് ഒരാളതിൽ ഏറ്റവും പേടിയുള്ള ഒരാൾ എഴുന്നേറ്റ് മൈക്കിൻ്റെ അടുത്ത് പോകുമോ? എഴുന്നേറ്റ് മൈക്കിൽ. കൂൾ, വെരി ഗുഡ്. അവിടെ നിന്ന് മൈക്കൊന്ന് അടുപ്പിച്ച് പിടിക്കോ. മോളോട് ഞാൻ ചോദിക്കുന്നതിന് മാത്രം മനസ്സിലായി. മോളെ പേരെന്താ? ആസിയ. ഓക്കെ, ഹാഫിയ. ഓക്കെ, ഹാഫിയ എവിടുന്ന് വരുന്നു? താനൂരിൽ നിന്ന് ഹാഫിയ വരുന്നു. ഹാഫിയ എവിടെ പഠിക്കുന്നു? ഏതാ? ഷിറാസ്. ഓക്കെ, ഷിറാസ് കോളേജിൽ നിന്ന് പഠിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഹാഫിയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ. ഓക്കെ, ഹാഫിയുടെ സ്വപ്നം എന്താ? എങ്ങനെ? സൈക്കാട്രിസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഹാഫിയ
ആഫിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് ആസിയ എന്നാ. ആഫി ആസിയ. ഓക്കെ, ആസിയ. സോറി, ആസിയ. അത് നോട്ട് ചെയ്യേണ്ട പേരാണ്. ഈ വലിയ 279 പേരിൽ നിന്ന് ഒരു ആസിയ എന്ന പെൺകുട്ടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നോക്കി ആസിയ ഒന്ന് പറഞ്ഞേ. ആസിയ ഒന്ന് സംസാരിച്ചേ, ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് ആസിയ. ഞാൻ ചോദിച്ച ചോദ്യം ഇതിന് മറുപടി മാത്രം ഇനി ഒറ്റയ്ക്ക് പറഞ്ഞേ. ഞാൻ ആസിയാണ് പറഞ്ഞേ. ഞാൻ ആസിയാണ്. കമോൺ ഒന്നിച്ച്. എവിടെ പഠിക്കുന്നു? കൂളായി പറഞ്ഞേ. ഷിറാസ്. ഇങ്ങനെ വേണ്ട പ്രിയപ്പെട്ട, പിന്നെ ഒന്നും പറയണ്ട. ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞാൽ കൂളായി പറയാം. ആസിയാണ്, ഞാൻ ഷിറാസ് പഠിക്കുന്നു, ഒരു സൈക്കാട്രിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞേ. ഞാൻ ആസിയാണ്. അതിന് മുന്നേ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്. എല്ലാവരോടും ഒരു കൂടി ഒന്നുകൂടി പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്. വാവ്, യെസ്, ഗ്രേറ്റ്. എന്നോടൊന്ന് പറഞ്ഞേ, സംസാരിച്ചേ, ബാക്കി പറഞ്ഞേ. ഇനി ബാക്കി സംസാരിച്ചേ. കൂൾ. എല്ലാവരും ഇത് കൈയടിച്ചു കൊടുക്കുക ആസിയക്ക് വേണ്ടി. യെസ്, ഇനി സംസാരിക്കും. ആസിയ സെറ്റാണ്. ആസിയ പറ. യെസ്, ആസിയ ഇത്രത്തോളം സന്തോഷത്തോടു കൂടി ഇപ്പം എന്തൊരു ഫീൽ ചെയ്യുന്ന ധൈര്യം വന്നോ? വന്നോ മോളെ, വന്നോ? പേടിച്ചോ? നോ പ്രോബ്ലം. ഓക്കെ, എനിവേ ആസിയ എന്ന് പറയുന്ന മോള് ഇവിടെ ഇരുന്ന് അവിടെ നിന്ന് എൻ്റെ കൂടെ ഇരുന്ന് ധൈര്യത്തിൽ നിന്ന് കേട്ടോ. ഇവിടെ ഇരുന്ന് ആസിയ സംസാരിക്കുമ്പോൾ ആസിയക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യം ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്. ആണല്ലോ? യെസ്, ഒന്ന് പറ. ആസിയക്കുള്ള പ്രശ്നം. ആസിയ, ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ച ആസിയ കുറേ കഴിയുമ്പോൾ ഒരു വണ്ടർഫുൾ സ്പീച്ച് നടത്തുന്ന ഒരു വലിയ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന ആസിയ. താങ്ക് യു ആസിയ, സന്തോഷത്തിൽ നിൽക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് നഷ്മ മറിയം. ഞാൻ വിജയമാത പൊന്നാനി സ്കൂളിൽ നിന്ന് വരാണ്. എനിക്ക് ഇതുപോലെ ഒരു IAS ആവണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ അവിടെ വന്ന് നിൽക്കണം. അവളിങ്ങനൊക്കെ എൻ്റെ പണി പോകുന്നു തോന്നുന്നു. അവളിങ്ങനെ കൈയടിക്കുന്നൊക്കെ അല്ലേ? സെറ്റ്. എന്താ പേര് പറഞ്ഞ? നഷ്വ മറിയം. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടി കൊടുക്കും. അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കോ? പാട്ട് പാടാൻ കഴിവുള്ളവരല്ലേ? കാക്കേ കൂടെ എവിടെയെന്നുള്ളവരെ കൊണ്ട് പഠിപ്പിച്ചോക്കെ നമ്മള്. റെഡി? കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുക്കാനാൽ കുഞ്ഞ് വിശന്ന് കരഞ്ഞിടും. ആർക്കാ പേടി? പറ, പേടിയുണ്ടോ? ഇപ്പൊ പേടി പോയാ? ഇല്ല. ഒന്നുകൂടി പാടിയൊക്കെ പേടി പോകും. ഉറക്ക ഉച്ചത്തിൽ ഇവരൊക്കെ വെച്ച് പാടും. കമോൺ, പേടി പാടേ. കമോൺ. കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാനാൽ കുഞ്ഞ് കിടന്നു കരഞ്ഞിടും. വാവ്, ഗ്രേറ്റ്, സൂപ്പർ. താങ്ക് യു. ഇരിക്കൂ. എന്തൊക്കെയോ കനക്ക് പോയ പോലെ അല്ലേ? അങ്ങനെ ഫീലിംഗ്. ഇനി ആർക്കെങ്കിലും ഇതിന്ന് അവിടെ ഇരുന്ന് സംസാരിക്കണം ധൈര്യം ഉണ്ടെങ്കിൽ പോവാം. വെരി സിമ്പിൾ. ഇത്രയേ ഉള്ളൂ പണി. ആരോ പറഞ്ഞു പേടിച്ച്. മക്കളെ, നിങ്ങളുടെ ഭാഗ്യം നോക്കണേ. 200-300 കുട്ടികളെ വേദിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഭാഗ്യ. ഓക്കെ, മനസ്സിലായി. ഹായ് എവ്രിവൺ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. എൻ്റെ പേര് ഫിദ ഫാത്തിമ. ഐ ആം കമ്മിങ് ഫ്രം ലക്ഷദ്വീപ്. ആൻഡ് ഞാൻ കോട്ടക്കല്ലിൽ മലപ്പുറത്ത് ഷിറാസിലാണ് പഠിക്കണത്. കോട്ടക്കല്ലിൽ IFS ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് കോളേജിലേക്ക് വന്നത് തന്നെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, പേടിയുണ്ടെന്ന് ചുമ്മാ പറഞ്ഞല്ലേ? ചെറുതായിട്ടുണ്ട്. നന്നായി പ്രസംഗിക്കുന്നു. കൈയടിക്കട്ടെ. അപ്പോൾ ഇത്രയും ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കിട്ടിയതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാണ്. താങ്ക് യു എവ്രിവൺ ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. വൗ, ഗ്രേറ്റ്, സൂപ്പർ. നെക്സ്റ്റ് മോളെ. പോവല്ലേ? ഇരിക്കുമല്ലേ? എന്താ പ്രശ്നം? മൈക്ക് വേണം? ഇത് വേണോ? വേണ്ട. ഈ പോടി എപ്പോഴും നല്ലതാണ് ഒരു ധൈര്യത്തിന്. എൻ്റെ പേര് കാർത്തിക. ഞാൻ MI ഗേൾസിലാണ് വരുന്നത്. എൻ്റെ വീട് പാലപ്പെട്ടിയാണ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വാവ്, കാർത്തിക. എൻ്റെ പേര് ഹന. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്നത്. TIC സ്കൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അംബിഷൻ IAS ആവാൻ. താങ്ക് യു. ഇരിക്കേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കയറി വരുമ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയിൽ പ്രസംഗിക്കണമെന്ന് ഫീൽ ഉണ്ടായിരുന്നോ? ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കൂളല്ലേ? ആണോ അല്ലേ? നെക്സ്റ്റ് സ്റ്റേജിൽ വിളിച്ചാൽ പറയില്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. സത്യം ഇത്രയേ ഉള്ളൂ മക്കളെ. ആദ്യം മനസ്സിലാക്കേണ്ടത്, മുന്നിലിരിക്കുന്നവർ ഈ പ്രസംഗിക്കുന്നയാൾക്ക് ഏറ്റവും ലോകത്തുള്ള എല്ലാ വിവരവും ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്.
അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് കരുതരുത്. ഏറ്റവും നമ്മളെക്കാൾ വിവരമുള്ളവരാരാണ്? ഓഡിയൻസിന് നമ്മളെക്കാൾ വിവരമുണ്ട്. പക്ഷേ അബദ്ധങ്ങൾ പറയാതിരിക്കുകയും ധൈര്യത്തിൽ സത്യസന്ധമായി ജനുവനായി നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ പ്രസംഗമായി. റെഡി? ഓക്കെ. ഇവരെന്തെങ്കിലും പഠിച്ചു വന്നാണോ? അവിടെ പഠിച്ചു വന്നാണോ? ഇല്ല, അവൾ ജസ്റ്റ് വന്നു, അവരെ കാര്യം പറഞ്ഞു പോയി. ഇതിന് ധൈര്യം വേണോ മക്കളെ? ഇനി ആർക്കെങ്കിലും വിളിച്ചാൽ വരുമോ? ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ 5 പേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ്, ഒരു ചെറിയ ഉണ്ടെങ്കിൽ കൊടുത്താൽ വളരെ സന്തോഷം. അല്ലെങ്കിൽ ഇവരുടെ പേര് നോട്ട് ചെയ്തു, ഇവർ കൊടുക്കേണ്ടവരാണ് ഇവർ. താങ്ക് യു. ഇങ്ങനെയാണ് വേദിയിലുണ്ടാവുക. ഞാൻ പ്രസംഗിക്കുന്നു, ആരുണ്ടാവും ഇവിടെ? ഇത് ആലോചിച്ചൊക്കെ, ഇത് നജീബ് ഖാനാണ് ഇപ്പുറത്തുള്ളത്, ഇത് മിനിസ്റ്ററാണ്, ഇപ്പുറത്താരാണ്? വേറെ ഏതൊരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഉള്ള വേദിയിലാണ് നിങ്ങൾ ഇരിക്കുക. ഇങ്ങനെയാണ് പ്രസംഗിക്കുക. പ്രശ്നമുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ ഈ ഹാജറ എന്താ പേരാ? നഷ്മക്ക് എന്തേ ഇല്ലേ? നഷ്മക്ക് എന്ത് കൂളായിട്ടാണ് സംസാരിക്കുന്നത്. എനിവേ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. സോ കോൺഫിഡൻസ് ഉണ്ടാവുക. എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാവുക? എങ്ങനെയാണ് മക്കളെ പബ്ലിക് സ്പീക്കിന് കോൺഫിഡൻസ് ഉണ്ടാവുക? എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? ഹലോ ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ മക്കളെ? ഏതു വേദിയിലും നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ് സർ എന്ന് പറയാം. പറയോ ഇല്ലേ? പറയുന്നവരൊന്ന് കൈവയ്ക്കേ. അഷ്റഫ് മലയിൽ ചെന്ന് പ്രസംഗിച്ചു പോയിട്ട് എന്തേ കിട്ടിയെന്ന് വെച്ചാൽ, സാർ ഇനി ഇവിടുന്ന് ഒരു 5 ആളോട് ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞാൽ ഇവരല്ലാത്ത 5 പേര് വരുമല്ലോ അല്ലേ? വരുമല്ലേ? വരണം. അങ്ങനെയാവണം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വരും എന്നുള്ള തോന്നൽ. ഞാനിത് പറയാൻ കാരണം കോൺഫിഡൻസ് വരണമെങ്കിൽ ചെയ്ത്. ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്തവർ ഡ്രൈവ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? ഡ്രൈവ് ചെയ്താലേ പേടി മാറുള്ളൂ. നിങ്ങൾ ആലോചിച്ചേക്ക്, നിങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ശ്രദ്ധിക്കണേ, വീടിൻ്റെ ബാക്കിൽ രാത്രി സമയത്ത് ഏതോ കിണറിൻ്റെ അപ്പുറത്ത് വാഴയുടെ ഇലയുടെ ഒരു നിഴലിങ്ങനെ നിൽക്കണുണ്ടേ. ധൈര്യവാന്മാരായ ആളുകൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് പോവാ ഇല്ലേ ഒന്നുമില്ല. അപ്പം വീട്ടിൽ നിന്ന് ഒരു പക്ഷേ അച്ഛനെ വിളിക്കും, ചിലപ്പോൾ ഉപ്പാനെ വിളിക്കും. അപ്പോൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ആരും ഇല്ലടാ, എല്ലാം ഉണ്ടോ? അപ്പോൾ നമ്മളെന്താ ചെയ്യുക? 2 അടി ആരും ഇല്ലേ അല്ലേ? അങ്ങനെ അടുക്കും തോറും അവിടെ ഉള്ളത് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് എന്താണെന്ന് മനസ്സിലാവും? വാഴയുടെ ഇല തൂങ്ങി നിൽക്കുവാണെന്ന് മനസ്സിലാവുമോ ഇല്ലേ? മനസ്സിലായതിന് ശേഷം എടുത്ത് ഇത് വാഴയുടെ ഇലയാണെന്ന് പറയുന്നു. പ്രാക്ടീസ് ചെയ്യുക, ധൈര്യം ചെയ്യുക, നിരന്തരമായി സംസാരിക്കുക, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതാണ് ഏറ്റവും മികച്ച പബ്ലിക് സ്പീക്കർ ആവാനുള്ള ഏറ്റവും മികച്ച ടൂൾ. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, 3P എന്ന് പറഞ്ഞ് എഴുതുന്നു. എന്തെഴുതുന്നു? 3P. വാട്ട് ഈസ് 3P? എന്താ 3P? ഒന്നുമില്ല മക്കളെ. പ്രാക്ടീസ്, അഗൈൻ, പ്രാക്ടീസ്, അഗൈൻ, പ്രാക്ടീസ്. എന്താണ് മികച്ച പ്രഭാഷകനാവാനുള്ള അവസരം? പ്രാക്ടീസ്. ഇന്ന് ഒരിക്കൽ AR റഹ്മാനോട് ചോദിച്ചു, ഏറ്റവും മികച്ച നിങ്ങളുടെ പാട്ട് ഏത്, നിങ്ങളുടെ ലിറിക്സ് ഏതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ലിറിക്സ് നെക്സ്റ്റ് ആണ്, അടുത്തതാണ് എൻ്റെ ഏറ്റവും മികച്ചത്, വന്നിട്ടില്ല, വരാനുള്ളതെന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ ഏറ്റവും മികച്ച പ്രസംഗം ഏതെന്ന് ചോദിച്ചാൽ പറയണം നെക്സ്റ്റ് അല്ലേ? എനിക്ക് അടുത്ത നെക്സ്റ്റ് വണ്ണാണ് ബെസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ പറയാൻ പറ്റണം. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രസംഗം എന്താവുന്നു? ഗോട്ടിറ്റാ? അഷ്റഫ് മലയിൻ്റെ പ്രസംഗത്തിൽ കണ്ടന്റ് ഉണ്ടായിരുന്നോ? മെറ്റീരിയൽ ഇല്ലേ? ഒന്നുമില്ലേ? ഉണ്ടായിരുന്നോ? 10 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ എന്ത് മിനിറ്റ് കഴിഞ്ഞു? 30 മിനിറ്റ് കഴിഞ്ഞു. അടുത്ത 10 മിനിറ്റ് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? എന്നെ കേട്ടവർ, എന്നെ സഹിച്ചവർ, എന്നോട് സഹകരിച്ചവർ, എന്നെ ക്ഷണിച്ചവർ, എനിക്ക് വേണ്ടി ചിരിച്ചു തന്നവർ, എനിക്ക് വേണ്ടി എല്ലാ തരത്തിലും പ്രതികരിച്ച എൻ്റെ മക്കൾ ഒരു ദിവസം വിജയിക്കുന്ന ഒരു വേദിയിൽ നിങ്ങളുടെ വീട്ടിൽ സിവിൽ സർവീസ് നേടിയിട്ടോ ഏതെങ്കിലും ഒരു ഉന്നതമായ ഒരു ഉദ്യോഗ തലത്തിൽ നിങ്ങൾ എത്തിയതിന് ശേഷം അന്ന് നിങ്ങളെ വിജയിക്കുന്ന ദിവസത്തിൽ നിങ്ങളെ അപ്രിസിയേഷൻ സെറിമണിയിൽ നിങ്ങൾക്കിടെ പേര് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന സദസ്സിൻ്റെ മുന്നിൽ കരഘോഷങ്ങൾക്കിടയിലൂടെ നിങ്ങൾ കടന്നു വരുന്ന ഒരു സീനുണ്ട് മക്കളെ. ആ സീനിൻ്റെ അകത്ത് നിങ്ങളിരുന്ന് ഇവിടുന്ന് അവാർഡ് മേടിക്കണം നേരത്ത് നിങ്ങളുടെ ഓഡിയൻസായി നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ അവിടെ ഉണ്ടാവും. അവരിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറയും, എൻ്റെ മോളാണത്, എൻ്റെ മോനാണത്,
എൻ്റെ മോളാണെന്ന് വാപ്പാക്കും ഉമ്മാക്കും അച്ഛനും അമ്മയ്ക്കും പറയാൻ പറ്റുന്ന, നിങ്ങളുടെ ടീച്ചേഴ്സ് പറയും എൻ്റെ കുട്ടികളാണത്, ഞങ്ങളുടെ കുട്ടിയാണതെന്ന് പറയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും മോസ്റ്റ് വാല്യബിൾ ഗിഫ്റ്റ് അതായിരിക്കും. ഞാനത് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ പ്രസംഗം അങ്ങനെ നിർത്തിയാലോ? താങ്ക് യു.